ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. മഹാപരിശുദ്ധനും നിത്യനും വാഴ്ത്തപ്പെടണമേ നല്ല പിതാവേ. ഒരു സന്ധ്യാസമയം കൂടി നീ ദാനമായിട്ടൊന്ന് ഓർത്ത് വിശ്വസിക്കുന്ന കർത്താവേ. എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിലിടയങ്ങൾ കൂടിയിരിക്കണം കർത്താവേ. ആലവും പരിശുദ്ധ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇടങ്ങളെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഏറ്റവും താഴ്മയോടെ ദിവസങ്ങളിലായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്ന മക്കളെയെല്ലാം ദൈവകരങ്ങൾ പരമേൽപ്പിക്കുന്നു. വരാനുള്ളവരെ എത്രയും പേരും കൂട്ടുവരുത്തുമാറണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ എന്നെ ശ്രദ്ധിച്ച് വാഴ്ത്തുവാൻ തുടങ്ങുന്ന കർത്താവേ. നീ അടങ്ങളോട് കൂടെ ഇരിക്കണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ എല്ലാ കാര്യത്തിലും അപ്പൻ്റെ കൃപ മുന്നിലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളെയും ദൈവകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിങ്ങളുടെ സകല കാര്യവും ഉള്ളതുള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ ദിവസങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഈ കോവിൽ തന്നെ രക്ഷിച്ചുകൊള്ളും. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനടിയങ്ങളെ യോഗ്യരാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകുവാനിടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ അപ്പൻ്റെ പാദമെടുപ്പിക്കുന്ന ഒരു നിമിഷം വേറെ 1000 നിമിഷത്തേക്കാൾ തോന്നുന്ന നിങ്ങൾ അറിയുന്ന കർത്താവെ. അടികളുടെ ഹൃദയങ്ങളുടെ വേദനകളും ഞരക്കങ്ങളും ഒക്കെ ദൂരത്തു നിന്ന് സംഗ്രഹിക്കുന്ന ഒരു ദൈവം അടിയിൽ കുറേനാൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എൻ്റെ അപ്പൻ്റെ പാദമെടുപ്പിൽ തരുന്ന സകല കാര്യങ്ങൾക്ക് ഇതുവരെയും മറുപടി തന്ന അടികളെ രക്ഷിച്ച ദൈവമേ. അടികളുടെ ആവശ്യങ്ങൾ അടികളെക്കാൾ മുന്നമേ അറിയുന്ന ദൈവമേ. അടിയങ്ങൾ ഒരിക്കലും പരാതിക്കാരാകുവാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടുന്ന് തന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ പ്രധാനമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യഹോവയിൽ ആശ്രയിക്കുന്നതിനെ ദേ ചുറ്റിക്കൊള്ളും നടുക്ക് സ്വർഗത്തിലെ ദൈവമേ. എൻ്റെ ദേ ആകാശത്തോ നിൻ്റെ വിശ്വസ്തമേഘങ്ങളോട് എത്തുക കർത്താവ്. എവിടെയെങ്കിലും മഴയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവ്. വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട് കർത്താവ്. സ്വർഗത്തിലെ ദൈവം എല്ലാത്തിനും മതിയായനാണ് കർത്താവ്. എൻ്റെ ദൈവമേ, മഴയെത്തുന്ന ദൈവങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ എൻ്റെ സന്നിധിയിൽ എത്തി സകല കാര്യങ്ങളോട് അറിയുന്നു. എൻ്റെ ദൈവത്തിന് വഴിയാക്കാട്ടടികൾ ഒന്നുമില്ലാന്നടികൾ അറിയുന്ന കർത്താവേ. ആ നല്ല ദൈവത്തെ പ്രത്യാശയോടെ ആയിരിക്കാൻ സഹായിക്കണമേ. എൻ്റെ വചനത്തിൽ പ്രത്യാശയുള്ളവരായി എൻ്റെ വചനം അടിയങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശമാക്കിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അന്ന് മക്കളെ എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ദൈവമേ. ഞാനുള്ളവരെ കൂട്ടുവരുത്തണമേ. കർത്താവിൻ്റെ കൃപയെല്ലാം മക്കളോടും കൂടെ ഇരിക്കണമേ. മനുഷ്യനെ ദിവസങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം പറയുവാൻ ശക്തിയും വരവും എല്ലാം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നാൾ കൊടുത്ത മകളെ, ദാനമായി കൊടുത്ത മക്കളെ, കൊച്ചുമക്കളെ എല്ലാം ദൈവകരണം പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവരൊക്കെ 1000 സ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ കാവലിൽ ഉദകണമെന്ന് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അന്യനാടുകൾക്ക് അവരൊക്കെ ദൈവകരങ്ങൾ പരമേൽപ്പിക്കും. അവരൊക്കെ ആയിരിക്കുന്നിടത്തൊക്കെ കർത്താവർക്ക് തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അടിയങ്ങളുടെ സകല കാര്യം യഹോവയിലേക്ക് പരമേൽപ്പിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി കൃപ കൊടുക്കണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും പോരണമേ. കർത്താവേദികൾ അല്പസമയം ദൈവസന്നിധി ഇരിക്കട്ടെ നാഥാ. ഈ അടികളോട് കൂടെ ഇരിക്കണമേ. സകല കാര്യം യഹോവയിലേക്ക് പരമേൽപ്പിക്കും. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മുഖത്തെടുത്ത് മറുപടി തന്നതിനായ സ്തോത്രം. സകലമാനവും മഹത്വം കർത്താവ് എടുക്കണമേ. ഓരോ നിങ്ങൾക്ക് വേണ്ടി ദൈവമേ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ ഉത്തരമാക്കാം. പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. ശത്രുവിൻ ശക്തികൾ തകർന്നിടട്ടെ, ശക്തിയായി സഭകൾ വളർന്നിടട്ടെ. ശത്രുവിൻ ശക്തികൾ തകർന്നിടട്ടെ, ശക്തിയായി സഭകൾ വളർന്നിടട്ടെ. ഐക്യമായി നിന്നു തൻ വേല ചെയ്തിടാം, സത്യമായി മുന്നേറിടാം. ഐക്യമായി നിന്നു താൻ വേല ചെയ്തിടാം, സത്യമായി മുന്നേറിടാം. സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. ലക്ഷ്യം തെളിവായി മുമ്പിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട്. ലക്ഷ്യം തെളിവായി മുമ്പിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട്. സുവിശേഷ ദൈവം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സുവിശേഷ ദൈവം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. ചെങ്കടലോളങ്ങൾ മുമ്പിലുണ്ട്, വൻപട ഘോരമായി പിൻപിലുണ്ട്. ചെങ്കടലോളങ്ങൾ മുമ്പിലുണ്ട്, വൻപട ഘോരമായി പിൻപിലുണ്ട്. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം. സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയ. 72.
യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോ ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്നു തീരുമെന്റെ കഷ്ടമെന്നി മണ്ണിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരുമെന്റെ കഷ്ടമെന്നി മണ്ണിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ, അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലവനെ
ജീവിക്കുന്നേ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. 107 സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ ലോകമേതും യോഗ്യമല്ലെനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ ലോകമേതും യോഗ്യമല്ലെനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ അവനോ മുൾമുടി നൽകിയ ലോകമേ നീലയും തെരഞ്ഞിക്കെന്തിനാ അവനോ മുൾമുടി നൽകിയ ലോകമേ നീലയും തെരഞ്ഞിക്കെന്തിനാ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എന്റെ സാക്ഷികൾ സമൂഹം എന്റെ Jesús,
കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിയാം യേശുവിൽ ചാരിക്കാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ കണ്ടരം നൽകുമെന്നീശത്തിൽ എൻ മനം വിശ്രമം നേടിടുന്നു. നന്മയെ കണ്ടരം നൽകുമെന്നീശത്തിൽ എൻ മനം വിശ്രമം നേടിടുന്നു. സിയോൻ സഞ്ചാരിയാം യേശുവിൽ ചാരിക്കാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിയാം യേശുവിൽ ചാരിക്കാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ ആത്മാർത്ഥ കർത്താവിന് കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുപത്തേഴാം സങ്കീർത്തനം 27. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാടെ പണിഞ്ഞാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അന്നത്തെ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം നൽകണമേ. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീ കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെമേ എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എൻ്റെ നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെ പ്രത്യാശിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം വർദ്ധിക്കട്ടെ. അത് യഹോവയെ പ്രത്യാശിക്കുക. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി യാക്കോബിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-4 വരെ. യാക്കോബ് 1:2-4 വരെ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇവിടെ നമ്മളോട് അപ്പോസ്തലൻ യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം. അത് വിശ്വാസിക്ക് പരീക്ഷ വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ പരിശോധന ഉളവാക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷിക്കുകയും. നമുക്ക് പരീക്ഷകൾ നേരിടുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ ഒരു വകയാണ്. എന്താ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നടക്കുകയും അത് സ്ഥിരത ഉളവാക്കുകയും പരിശോധന വന്നു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത പൂർണ്ണമായിട്ട് അത് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്.
അത് പലപ്പോഴും പരീക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കഷ്ടതയാണ്, അല്ലെ രോഗമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. പക്ഷെങ്കിൽ കഷ്ടതയോ അല്ല, പരിശോധന, വിശ്വാസത്തിൻ്റെ അതായത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അതെല്ലാമാണ് വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത്. പരീക്ഷകൾ പല രീതിയിലാണ് വരുന്നത്. ആ രോഗമായിട്ട് ചിലപ്പോൾ പല രീതിയിൽ വരുമായിരിക്കും, പക്ഷേ അങ്ങനെ കഷ്ടതയായിട്ട്. പക്ഷെ അത് മാത്രമല്ല പരിശോധന വരുന്നത്, പല രീതിയിൽ വരും. എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന എല്ലാം നമുക്ക് വിശ്വാസത്തെ വരും. നമ്മൾ വിശ്വാസത്തെ പല ഉദാഹരണം നമുക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടെങ്കിലും പറയാണ്. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞുണ്ടാകുന്ന കാലം തൊട്ടേ ഓരോ കാര്യങ്ങൾ 28 കെട്ട് കിട്ടുക നമ്മുടെ വിശ്വാസത്തിൽ എവിടെയാണുള്ളത്. നമ്മളതിനെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാണ്, അല്ലേ? അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ എഴുത്തിനിരുത്തുന്ന പരിപാടി ഇരുത്തുകയാണ്. ഇത് നമുക്കൊരു ഭയമാണ്. ഇത് ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ശരിയാകുമോ എന്നുള്ള ചോദ്യം ചെയ്യണേ. അപ്പോൾ നമ്മുടെ കർത്താവിന് എന്ത് വിലയാണ്? നമ്മൾ വിശ്വാസത്തെ എല്ലാം ചോദ്യം ചെയ്യണം. ഇത് നമ്മളത് അറിയുന്നില്ല, എല്ലാം ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ നോട്ടം, ചിന്താഗതി ഒക്കെ നമ്മൾ അവിടെ നമുക്ക് അവിടെ വരുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റുപോകുന്ന ഏതവസ്ഥയും നമ്മുടെ വിശ്വാസത്തിൽ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കണം. അതിന് എതിരായി വരുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ തോറ്റുപോകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ ഉറച്ചു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ ഒരു പരീക്ഷ എന്തിനാണ് വരുന്നത്? ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ വരുന്നു, ഒരു 10ാം ക്ലാസ് അല്ല 12ാം ക്ലാസ് പഠിച്ച് കഴിയുമ്പോൾ അവരെ പരീക്ഷ എഴുതും. ഓരോ ക്ലാസ്സിലും പരീക്ഷ എന്തിനാണ്? അടുത്ത ക്ലാസ്സിലേക്ക് വിജയിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അവർ യൂണിറ്റ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകൾ എന്തിനാണ് ഈ ക്ലാസ്സുകളിൽ ഇടുന്നത്? അവർ കൂടുതൽ എന്തുമാത്രം പഠിച്ചു എന്നറിയാനും അതിൽ തെറ്റ് സംഭവിച്ചാൽ കൂടുതൽ പഠിക്കുവാനും വേണ്ടി. അതുപോലെയാണ് നമ്മുടെ പരീക്ഷകൾ. നമുക്ക് ഓരോ സന്ദർഭത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ചില ശോധനകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നമ്മൾ എന്തുമാത്രം കർത്താവിനോട് ചേർന്നിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കുവാനും നമ്മൾ അതിൽ വളരുവാനും വേണ്ടിയാണ്. കാരണം ഇത് കഴിഞ്ഞ് പൂർണ്ണം ഒരു ശോധനയുണ്ട്. തീയിൽ കഴിക്കുന്നതായ സ്വർണം ഒരുക്കുന്നതായ അവസ്ഥയായ നമ്മുടെ ശോധന നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മൾ വിജയിക്കണം. അതിനുവേണ്ടി പല ശോധനകൾ കൂടെയും കർത്താവ് നമ്മൾ അനുവദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ നേരിടുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ജയിക്കുവാൻ തക്കമുള്ള വിശ്വാസം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ യാക്കോബിന്റെ തന്നെ 1-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ, അവൻ കൊള്ളാവുന്നതായി തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവരക്ഷ പ്രാപിക്കും. ഈ പരീക്ഷ കഴിഞ്ഞൊരു ജീവരക്ഷ നമുക്കുണ്ട്. അന്നേരം നമുക്ക് പരീക്ഷ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ നേരിടുമ്പോൾ നമുക്ക് സങ്കടത്തോടെ ഇതിനെ ജയിക്കുവാൻ തക്കണം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ജീവരക്ഷ പ്രാപിക്കും. അതുതന്നെ 1 പത്രോസ് അതിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു: സ്വർഗത്തിൽ സൂക്ഷിക്കുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷണങ്ങളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്നും ക്രിസ്തുവിൻ്റെ പരീക്ഷയിൽ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിൻ്റെ മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടയായിത്തീരും. ഇതിൻ്റെ ഒരു പരീക്ഷയുടെ അവസാനം നമുക്കുണ്ടാകുന്ന ഒരു പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് വെക്കുവാൻ തക്കണം ജീവിതത്തിന്. നമ്മുടെ പരീക്ഷയല്ല പ്രതിസന്ധികളെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഓർക്കുകയോ ഇതെന്തൊരു പ്രയാസമല്ല, നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അല്ല ഇത്രത്തോളം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഇതുകൊണ്ട് എന്തുകൊണ്ട് വന്നു എന്നൊക്കെയുള്ള ചോദ്യം അത് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനത്തെ ചോദ്യം നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യാശ, എന്താണ് നമ്മുടെ പ്രത്യാശ? ക്രിസ്തുവിനെ കാണും. നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ പൊങ്ങി വരും തോറും ഇത് ചെറുതായി വരും. നമ്മുടെ പ്രശ്നങ്ങൾ വലുതാകും തോറും ക്രിസ്തുവിലുള്ള വിശ്വാസം കുറഞ്ഞ് നമ്മുടെ പ്രത്യാശ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. എവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്? ക്രിസ്തുവിൽ ഓരോ ദിവസവും എൻ്റെ കർത്താവിനെ കാണണമെന്നുള്ള വാഞ്ച കൂടും തോറും ഇതൊന്നും സാരമില്ലെന്ന് വെക്കുവാൻ തക്കം ക്രിസ്തുവിൻ്റെ ഭക്തന്മാരെ പോലെ അപ്പോസ്തലന്മാരെ പോലെ നമുക്കും കഴിയും. അവരെന്തുകൊണ്ടാണ് ഇത്ര വലിയ പൗലോസൊക്കെ എന്തുമാത്രം കഷ്ടത സഹിച്ചിട്ട് പറയാം, എനിക്ക് കഷ്ടം സഹിക്കുന്ന ലാഭം, എനിക്ക് ക്രിസ്തുവിനെ ഇനിയും പ്രവർത്തിക്കണം. അതിൻ്റെ കൊതി അടങ്ങുന്നില്ല. ആ വാക്യം തോറും അതിൻ്റെ ആ ദൊര എന്തുമാത്രമാണ്. നമുക്ക് അവിടെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എത്രത്തോളം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓട്ടമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഈ പരീക്ഷകളൊന്നും സാരമില്ല. പലരും നിന്ദിച്ചാലും ദുഷിച്ചാലും ഒന്നും സാരമില്ല. ഈ നിന്നയും ദുഷിയും എല്ലാം നമുക്കുണ്ടെന്നുള്ളത് വ്യക്തമായി നമ്മളോട് പറയും. ഇതൊന്നും സുഖമായ ഒരു പോക്കല്ല ക്രിസ്ത്യ ജീവിതം. ഇടുങ്ങിയും ഞെരുങ്ങിയുമായ അവസ്ഥയിൽ കൂടെ
പാതയിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ വിശാലമായ ഒരു സംഭവത്തോട് പോകാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ വിശ്വാസത്തിൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ പോക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ക്രിസ്ത്യ ജീവിതം ആണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയും അവർ നമ്മളെ ദുഷിക്കുകയും ആ സമൂഹത്തിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ള അനർത്ഥങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ഒറ്റപ്പെടാതെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കാൻ മാത്രം സഹായിക്കുള്ളൂ. അതുപോലെ തന്നെ അപ്പോസ്തലൻ 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായം 12-13 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കാൻ ഇടവരും. നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഈ ലോകത്തെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഓർക്കുവാൻ തക്കവണ്ണം ജീവിതത്തിനിടയാകും. നമുക്ക് ഏതാണ് വലിയത്? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളാണോ, അതോ ക്രിസ്തുവിനോട് ചേർന്നൊരു ജീവിതമാണോ? അതാണ് ദൈവജനം നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും വലുതായ കാര്യം എന്താണ്? ഈ ലോകത്തിൽ നമുക്ക് പല കാര്യങ്ങളും മോഹങ്ങളും ഉണ്ട്. അതൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഈ പരീക്ഷയായി തന്നെ വരുന്നത്. ഈ അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു: പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന അന്ന് ആരും പറയരുത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഒരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങൾക്ക് ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നതിനാകുന്നു. നമ്മുടെ പല പരീക്ഷണങ്ങളും അല്ലെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മുടെ ചിന്താഗതികൾ കൊണ്ടും നമ്മുടെ പേടി കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോടുള്ള അകൽച്ച കൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെയാണ് എന്ന് പൗലോസ് അല്ലെ യാക്കോബ് നമ്മളോട് പറയണം. അതുപോലെ തന്നെ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല. അത് നമുക്ക് ഇയ്യോബിൻ്റെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? പശ്ചാത്തലനോട് ചോദിക്കുകയാണ്. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. കർത്താവിന് ദൈവത്തിന് പൂർണ്ണമായി അറിയാം. ആരെയും പരീക്ഷിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള ഭക്തി, ക്രിസ്തുവിനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് ദൈവത്തിന് നമ്മളെ പരീക്ഷിച്ച് ശോധന ചെയ്ത് ഉറച്ചു നോക്കാതെ അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മൾ. പിന്നെ എന്തിനാണ് നമ്മളെ പരിശോധിക്കുന്നത്? എന്തിനാണ് നമുക്ക് പരീക്ഷ തരുന്നത്? ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഈ പരീക്ഷ ഇടുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് ചിലപ്പം ഒരു കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്നൊക്കെ, പക്ഷെ പരീക്ഷയിട്ട് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ്. ഞാൻ ഈ പരീക്ഷയിൽ നമുക്ക് പല സംസാരത്തിലും നോട്ടത്തിലും നമ്മൾ എന്തുമാത്രം തെറ്റിപ്പോകുന്നുവെന്ന് നമുക്ക് തന്നെ അറിയാം. ഒരു പരിശീലനമാണ് ഈ കർത്താവ്, ഞാൻ ഇതിൽ തെറ്റിപ്പോയി, എൻ്റെ ചിന്താഗതിയിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ നോട്ടത്തിൽ, മറ്റുള്ളവരുടെ കൊടുക്കവാങ്ങൽ ഒക്കെ തെറ്റിപ്പോയെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് കർത്താവ് പരീക്ഷകൻ്റെ മേൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കർത്താവ് അനുവദിക്കാതെ ഒന്നും അല്ല, കർത്താവ് അനുവദിക്കുന്നു, പക്ഷേ കർത്താവ് അല്ല ചെയ്യുന്നെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം ഇത് വന്നു കഴിയുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യാക്കോബസിൻ്റെ 1:4 പറയുന്നു: നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ പരീക്ഷ കഴിഞ്ഞ് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഒന്നിനും കുറവില്ലാത്തവരായി തികഞ്ഞവരും സമ്പൂർണ്ണരുമാകുന്നതിന് പ്രവൃത്തി ഉണ്ടാകും. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിനനുസരിച്ചുള്ളൊരു പ്രവൃത്തി നമുക്കുണ്ടാകണം. ആ പ്രവൃത്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം തൊട്ട് 16 വരെ ഇങ്ങനെ പറഞ്ഞു: ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, അത് അപ്പോസ്തലനായ പൗലോസാണ് പറയുന്നു. ആലോചിച്ചുകൊണ്ട് തന്നെ പറയണം, ഞാൻ ക്രിസ്തു യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ള മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നിങ്ങൾ തികഞ്ഞവരെല്ലാം അങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. നമ്മൾ എന്തിനാണ് ഈ ഓടുന്നത്? നമ്മൾ എങ്ങനെയാണ്
ആ പ്രവൃത്തി ചെയ്യുന്നത് നമ്മൾ പിടിച്ചു എന്നല്ല, ക്രിസ്തു നമ്മളെ പിടിച്ചത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ കർത്താവിനെ കണ്ടതുകൊണ്ടും കർത്താവിനെ പിടിച്ചത് കൊണ്ടും അല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതും കർത്താവിൻ്റെ വചനം കേൾക്കുന്നതും ഒക്കെയും കർത്താവ് നമ്മളെ പിടിച്ചതുകൊണ്ടും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പാതപീഠത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് കൊണ്ടും ആണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നത്. അതുകൊണ്ട് ഈ കർത്താവിനെ നമുക്ക് കാണുവാനും ഈ കർത്താവിനെ നമുക്കും ഒന്ന് പിടിക്കാവും വെച്ച് പൗലോസിനെ പോലെ നമ്മൾ ഓടുകയാണ്. അന്നേരം നമുക്ക് വരുന്ന കഷ്ടങ്ങൾ സാരമില്ലെന്ന് വെക്കുവാൻ തന്നെ കാരണം ഞാൻ അതിന് പൗലോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇവിടെ പിന്നിലുള്ളത് മറക്കുന്നു, ഞാൻ പിന്നിലുള്ളത് മറന്നു മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിലേക്ക്. നമുക്ക് പിന്നിലുള്ളത് മുമ്പിലുള്ളത് വെച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ കാണണമെന്ന ആഗ്രഹവും ആ ക്രിസ്തുവിനെ പിടിക്കണമെന്നുള്ള ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ പലതിനെ നമുക്ക് മറക്കുവാൻ സാധിക്കും. പുറകിലുള്ളതൊക്കെ എല്ലാം മറന്നുകൊണ്ട് മുന്നിലോട്ട് നമുക്ക് ഓടുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ഇടയായി തരും. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? വെളിപാട് പുസ്തകം അതിൻ്റെ 3:10 പറയുന്നു, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷണ കാലത്തും ഞാൻ നിങ്ങളെ കാക്കും. നമ്മൾ ഈ കർത്താവിനെ വേണ്ടി പിന്നിലുള്ളത് മറിഞ്ഞ് മുന്നിലുള്ളത് ആഞ്ഞും കൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ആ പരീക്ഷണ കാലത്ത് നമ്മുടെ കർത്താവ് കാക്കുന്ന ഒരു കർത്താവുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കറിയാം, പത്രോസിനോട് പറയുന്നുണ്ട് 22 അതിൻ്റെ 31 വാക്യത്തിൽ പറയുന്നത്, ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് കൽപ്പന ചോദിച്ചു, ഞാനോ നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇത് നമ്മൾ നിലനിൽക്കുന്നത് ക്രിസ്തുവിൻ്റെയും നമ്മൾക്ക് വേണ്ടിയുള്ള ഈ മധ്യസ്ഥത കൊണ്ട് മാത്രമാണ്. നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതെ നിൽക്കുന്നത് ഈ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഇത്ര നാളത്തെ വിശ്വാസത്തിൻ്റെ തീഷ്ണത കൊണ്ടോ ആകെ തുകയുടെ കൊണ്ടല്ല. കർത്താവ് നമുക്ക് വേണ്ടി പാർട്ടിപ്പോകാതിരിക്കാൻ കർത്താവ് പിതാവാം ദൈവത്തോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പാറിപ്പോകാതെ കർത്താവിൻ്റെ സന്നിധി നമ്മൾ നിൽക്കുന്നത്. പിടിച്ചു എന്നല്ല, പിടിക്കുവാൻ വേണ്ടി നമ്മൾ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന് പിന്നിലുള്ള മറന്നു മുന്നിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന് നമുക്ക് വെച്ചിരിക്കുന്ന പ്രത്യാശയെ ഓർത്ത് നമുക്ക് ഓടുമ്പോൾ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന കഷ്ടങ്ങളോ അല്ലെ പ്രതിസന്ധികൾ സാരമില്ല എന്ന് ഓർക്കണം. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ചെയ്യണം. പല പ്രതിസന്ധി നമ്മൾ പല പരീക്ഷണങ്ങളും വരും. നീ ഇത്ര വിശ്വാസത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ നിനക്ക് ഇങ്ങനെയായി നീ എന്ന് പലരും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ചന്ദ്രകുമാർ അഭേന്ദ്രഹോനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവർ പറഞ്ഞ് ഞാൻ തീച്ചൂളയിലിട്ടാലും നിന്നെ ഞാൻ ഈ വെച്ചിരിക്കുന്ന ബിംബത്തെ ഞാൻ വണങ്ങത്തില്ല. എൻ്റെ കർത്താവിന് എന്നെ നിന്ന് വിടുവിക്കാൻ സാധിക്കും. വിടുവിച്ചില്ലെങ്കിലും ഈ പല രോഗങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞു ഇവിടുത്തെ ജനൽ അങ്ങോട്ട് വെച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇത് വരുമ്പോൾ നമ്മുടെ രോഗം വരുന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മളെ ചോദ്യം ചെയ്യും. നിൻ്റെ വിശ്വാസം എന്താണ്? നമ്മുടെ കർത്താവിന് ഒരു കഥകം മാറ്റി വെച്ചാൽ മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവല്ല എൻ്റെ കർത്താവ്. എന്നെ വിടിവിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇത് വിടിവിച്ചില്ലെങ്കിലും ഈ കർത്താവിനെ മാത്രമേ പിൻപറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ദോഷം വന്നാലും എൻ്റെ കർത്താവിൻ്റെ അന്ത്യം വരെയും. കാരണം ചേറ്റിക്കിടന്ന് എന്നെ രക്ഷിച്ചൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ പൊന്മുഖം കാണണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൂടുന്തോറും ഇതൊന്നും സാരമില്ലെന്ന് വെക്കുവാൻ തക്കവണ്ണം സാധിക്കണം. കാരണം നമുക്ക് ഈ രക്ഷകനെ കാണണം. ഇത് കാണാൻ സാധിച്ചില്ലെങ്കിൽ, അതിന് നമുക്ക് ഇടയായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദോഷം. കാരണം ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച് വഴി നടത്തി നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിൻ്റെ പൊന്മുഖം കാണുന്ന ഒരു ദിവസത്തെ ഓർത്ത് നമുക്ക് ജീവിക്കുമ്പോൾ ഈ ലോകത്തെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആ വിശ്വാസം തിരിച്ചു കളയാതെ ആ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. പുസ്തകത്തിലെ 6-ാമത്തെ പാട്ട്, 6-ാമത്തെ സ്തുതിപ്പീൻ സ്തുതിപ്പീരെന്നു സ്തുതിച്ചിടുവീൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പീരെന്നു സ്തുതിച്ചിടുവീൻ യേശുരാജാധിരാജാവിനെ. ഈ പാതരത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതരത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ.
എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു എൻ്റെ മാവോടച്ചിടുമേ അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാവോടച്ചിടുമേ ആ സമൂഹമതിൽ അന്നു കാത്തനുമായി അത്തുഘോഷിക്കും സന്തോഷത്താൽ ആ സമൂഹമതിൽ അന്നു കാത്തനുമായി അത്തുഘോഷിക്കും സന്തോഷത്താൽ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ എൻ പാവങ്ങളും കഴുകിടുവാൻ താൻ ജീവനെ നൽകിയവേ എൻ പാവങ്ങളും കഴുകിടുവാൻ താൻ ജീവനെ നൽകിയവേ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ ഓടാകൂടി തന്നു തരുമാ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ ഓടാകൂടി തന്നു തരുമാ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഞങ്ങൾ കൊതിച്ചിടുന്നേ ഉള്ളം കുടിച്ചിടുന്നേ നിന്നോട് വരാതിനായി ഞങ്ങൾ കൊതിച്ചിടുന്നേ ഉള്ളം കുടിച്ചിടുന്നേ നിന്നോട് വരാതിനായി കഷ്ടതകൾ തോർന്നി കണ്ടവേ നന്ദി വാങ്ങിടേ കഷ്ടതകൾ തോർന്നി കണ്ടവേ നന്ദി വാങ്ങിടേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഞങ്ങൾ കൊതിച്ചിടുന്നേ ഉള്ളം കൊതിച്ചിടുന്നേ നിന്നോട് വരാതിനായി ഞങ്ങൾ കൊതിച്ചിടുന്നേ ഉള്ളം കൊതിച്ചിടുന്നേ നിന്നോട് വരാതിനായി തോർന്ന് കണ്ടവേ നന്ദി വാങ്ങിടേ തോർന്ന് കണ്ടവേ നന്ദി വാങ്ങിടേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതകത്തിൽ സുഖിനാഥനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഹല്ലേലൂയ ആത്മാവിൽ നമ്മൾ നിർച്ച കർത്താവിനെ കാര്യങ്ങളെ ഒത്തിരി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.